സംസ്ഥാനത്തെ തീരദേശ മേഖലയിലെ വ്യാപക കടൽക്ഷോഭത്തിൽ പ്രതിഷേധം സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്ന് തിരുവനന്തപുരം പൊഴിയൂരിലെ മത്സ്യത്തൊഴിലാളികൾ വിരളുമായി എസ് ശാലിനി തുടരുകയാണ്. ശാലിനി, അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട്, പല കേന്ദ്ര പദ്ധതികളും തങ്ങളുടേതാക്കി മാറ്റാൻ വേണ്ടി മത്സരിക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, തീരദേശവാസികൾക്ക് ഒന്നും ചെയ്യുന്നില്ല. അതുതന്നെയാണ് ഈ കടൽക്ഷോഭം ഇങ്ങനെ ആവർത്തിക്കുമ്പോഴും അവരുടെ ദുരിതവും ആവർത്തിക്കുന്നു. അവരുടെ ദുരിതത്തിനും ഒരു അറുതിയില്ലാതെ പോകുന്നതിൻ്റെ കാരണവും ഇപ്പോൾ അല്പസമയം മുമ്പ് ശാലിനി പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ തീരദേശവാസികൾ പ്രതികരിച്ചതുപോലെ തന്നെ ഈ ജനപ്രതിനിധികളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. അത് ഇടത് വലത് മുന്നണികളായി കഴിഞ്ഞാൽ അധികാരത്തിലിരിക്കുന്ന പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരടക്കം ജനപ്രതിനിധികളടക്കം അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം, അത്തരത്തിലുള്ള പരാതികൾ തന്നെയാണ് അവർ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശാശ്വത പരിഹാരം എന്നത് അവർക്കുള്ള ഒരു വിദൂര സ്വപ്നം മാത്രമാണല്ലേ? സുരേഷ്, അത് തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകും, തീരദേശ മേഖലയിലും ഉണ്ടാകും. പക്ഷെ ആ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശാശ്വത പരിഹാരം ഏറ്റവും കൂടുതൽ ഈ തീരദേശവാസികൾ പറയുന്നതും അവർക്കൊരു പുലിമുട്ട് നിർമ്മാണം വേണം. ഈ കടലിങ്ങനെ കയറുന്നത്, വീടുകളിലേക്ക് വെള്ളം കയറുന്നത് അവരുടെ താമസത്തെയും അവരുടെ ജീവനും ഒക്കെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതൊന്ന് ശമിപ്പിക്കാനുള്ള ഒരു സാധാരണ ആവശ്യം മാത്രമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ ആ ഒരു ആവശ്യം അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അവരെ മാറ്റി പാർപ്പിക്കാനോ മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും തന്നെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ഒരു സംഭവം നടന്ന് ഇന്നലെ ഏകദേശം രാവിലെ 11 മണിയോടുകൂടി ആരംഭിച്ച കടൽക്ഷോഭമാണ്. നമുക്ക് അറിയാം, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ് വരുന്ന തിരമാലകളൊക്കെ തന്നെ വളരെയധികം ശക്തിയിലാണ്, വളരെ ഉയർന്ന രീതിയിലാണ് ഈ തിരമാലകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകാം, അവരുടെ ജീവന് നഷ്ടങ്ങൾ ഉണ്ടാകാം, അവരുടെ മത്സ്യബന്ധന യാനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നുണ്ട്, അവരുടെ ജീവിത മാർഗം ഇല്ലാതാകുന്നുണ്ട്. ഇതിനൊക്കെയുള്ളൊരു ശാശ്വത പരിഹാരമാണ് സർക്കാരിനോട് ഇവർ ആവശ്യപ്പെടുന്നത്. പക്ഷെ അത് നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചതുപോലെ ചില വീട്ടമ്മമാർ പറഞ്ഞതുപോലെ അവർക്ക് വീട് വെക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഇവിടുന്ന് മാറ്റി പാർപ്പിക്കാനുള്ള ആദ്യ ഘട്ടം എന്ന രീതിയിൽ ഭവന പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി ഇവർക്ക് പൈസ കൊടുത്തു അല്ലെങ്കിൽ കാശ് കൊടുത്തു. ആ കാശ് വസ്തു വാങ്ങാനുള്ള കാശ് മാത്രമാണ്. പക്ഷെ അതിനുശേഷം അവരുടെ വീട് പണിയാനോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഘട്ടം ഘട്ടമായി നൽകേണ്ട കാശ് അത് നൽകി ഇല്ല എന്നുള്ളൊരു വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം, അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ അവർ സർക്കാരിനോട് ചോദ്യമായി ചോദിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും സർക്കാരിന്റെ പല സംവിധാനങ്ങളും അപ്പുറത്തെ റോഡ് വരെ മാത്രമാണ് എത്തുക, അതിനിപ്പുറത്തേക്ക് തീരദേശ മേഖലയിലേക്ക് എത്തുന്നില്ല. സ്ഥാനാർത്ഥികൾ എത്തുമ്പോഴും റോഡ് സൈഡിൽ കൂടെ പോയി വോട്ട് ചോദിച്ചു പോകുന്നതല്ലാതെ ശരിയായ മത്സ്യബന്ധന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവർ തയ്യാറാക്കുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ്. എന്താ നിങ്ങളുടെയൊക്കെ അവസ്ഥ? രാത്രി ഉറങ്ങാനും ജീവിക്കാനും ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഭയങ്കര കടൽക്ഷോഭമാണ്. കടൽ വന്ന് വീട്ടിൽ വന്ന് വീണ് വീടെല്ലാം ഇടിഞ്ഞ് ഞങ്ങൾക്ക് ആർക്കും വീട്ടിൽ ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം. ഈ വീട്ടിൽ ഞങ്ങൾ എത്ര നാൾ താമസിക്കണം? ഇപ്പോൾ ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ പദ്ധതി ഉണ്ട്. അത് ഒരുമിച്ച് ആ പൈസ തന്നാൽ ഞങ്ങൾ ആ പൈസ വെച്ച് സ്ഥലവും വാങ്ങണം, വീടും വയ്ക്കണം. എന്തായാലും 10 ലക്ഷം രൂപ കൊണ്ട് ഒരു വീട് വയ്ക്കാനും സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 10 ലക്ഷം രൂപ തന്നാൽ ഞങ്ങൾ സ്ഥലവും വാങ്ങി ചെറിയൊരു വീടെങ്കിലും വെച്ച് ഫൗണ്ടേഷൻ ഇട്ട് തൽക്കാലം താമസിക്കേണ്ട ഇതെങ്കിലും ചെയ്യാം. നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് തന്നാൽ ഞങ്ങൾക്ക് വീണ്ടും കടം വാങ്ങിച്ച് ആ വീട് വയ്ക്കേണ്ട സാഹചര്യം ഇനി ഞങ്ങളെ കടക്കണിയിൽ ആഴ്ത്തരുത്. ഒരു വീട് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഈ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ തരുന്ന വീട്ടിനുള്ള പൈസ മൊത്തമായിട്ട് തരുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു വീട് വെച്ച് താമസിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെടാം. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയതാണ് തുടർച്ചയായിട്ട് ഈ കടൽക്ഷോഭം, വലിയ തിരമാല, ഒപ്പം തന്നെ ശബ്ദം, ഇപ്പം KCBയുടെ കേബിളുകളും പോസ്റ്റുകളും ഒക്കെ തകർന്നു. എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ ഒരു യഥാർത്ഥ ജീവിതം? ഇന്നലെ രാവിലെ 11 മണിക്ക് കറണ്ട് പോയതാണ്. ആ 11 മണി മുതൽ ഈ സമയം വരെ ആരും വന്ന് പോസ്റ്റ് നന്നാക്കാനോ കറണ്ട് ശരിയാക്കാനോ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് ആരും വന്ന് തിരിഞ്ഞു നോക്കാനോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇപ്പോൾ കറണ്ടില്ലാതെ വെള്ളം ഇല്ലാതെ ബാത്റൂമിൽ പോലും മക്കൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണിവിടെ. ഈ വോട്ടൊക്കെയാണ്, തെരഞ്ഞെടുപ്പൊക്കെയാണ്, സ്ഥാനാർത്ഥികളൊക്കെ എത്തുന്നുണ്ടോ? വോട്ടിടാൻ ഇത്തവണ പോകുന്നുണ്ടോ? വോട്ടിടാൻ പോകണ്ടെന്നാണ് ഞങ്ങൾ ആരും തീരുമാനിച്ചിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആരും ഒരു സഹായവും ചെയ്യുന്നില്ല. ഞങ്ങളെ ഒന്നും ചെയ്തില്ല എങ്കിലും ഞങ്ങളെ കടലിൽ നിന്നെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തേണ്ട മാർഗം പോലും ഞങ്ങൾക്ക് ചെയ്യാൻ ആരുമില്ല. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം.
ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഓരോ വീട്ടമ്മമാർക്കും ഉള്ളത്. പലരും അവരുടെ വീട് കിടക്കാടമൊക്കെ പോയി അവരുടെ സാധനങ്ങളെല്ലാം കടലെടുത്തു. അത്രയധികം ദുരിതത്തിലാണ് ഓരോ വീട്ടമ്മമാരും അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളും ഇവിടെ താമസിക്കുന്നത് എന്നുള്ളതാണ്. അത് തിരുവനന്തപുരം ജില്ലയിലെ മാത്രം സാഹചര്യമല്ല, കേരളത്തെ എമ്പാടുമുള്ള, പ്രത്യേകിച്ച് കേരള തീരം, തെക്കൻ തമിഴ്നാട് തീരത്തൊക്കെ ഈ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ ഒരു ആശങ്ക പരിഹരിക്കാനുള്ള ഒരു ശാശ്വത പരിഹാരമാണ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അമ്മയുടെ വീടിന്റെ അവസ്ഥ എന്താ? ഞങ്ങളുടെ വീട് ഒരു വീട്ടിൽ 3 മക്കൾ, ഒരു അമ്മയപ്പനും, ഒരു വീട് തന്നെ 4 എണ്ണം, ഒരു കുടുംബമായിട്ടുണ്ട്. ഇപ്പം കടലേറി എല്ലാം ഇടിഞ്ഞ് തകർന്ന് പാക്കാലത്ത് ഇപ്പം മുകളിൽ ഒരാൾ ഞങ്ങളെ വിളിച്ചിട്ട് 1 വർഷമായി വാടക കുടിക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യത കടലാകാരം പോലെ ഇല്ല. അതൊക്കെ ഇപ്പം എന്നെ എല്ലാവരും അതോടെ ഞാൻ ഇതാ ഓടിക്കൊണ്ട് വന്നു. എന്നോട് അടുത്ത് ആരും പറഞ്ഞില്ല. ഭർത്താവ് വന്ന് കണ്ട വീടെല്ലാം താട്ടി കിടന്ന് ഇങ്ങനെ കൊണ്ട് ഞാൻ ഇതാ ഓടിക്കൊണ്ട് വന്നു. 3 മക്കൾ, ഒരു അമ്മയും, 4 കുടുംബം അവിടെ ഉണ്ട്. ഏത് അമ്മയുടെ വീട് ഏതാ ഇപ്പൊ? ഇത് ഈ സൈഡ് തൊട്ട് പേരൊക്കെ ഞങ്ങളുടെ പേര് മേറിസ്റ്റില്ല, ഭർത്താവിന് സഹായരാജ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം എന്തെങ്കിലും കിട്ടും? ഒരു നയ്യ പൈസ ഞങ്ങൾക്ക് തന്നിട്ടില്ല, ഒരു അറിവോ ഒരു സാധനം ഒന്നും തന്നിട്ടില്ല ഞങ്ങൾക്ക്. അത് വീട്ടിൽ ബാത്റൂം പോലെ ഇല്ല, ഞങ്ങൾക്ക് ഒരു സാധനം ഇല്ല. അതാണ് മക്കളും കൊണ്ട് ഒക്കെ പറയുന്നത് പോലെ തന്നെയാണ്. ആശങ്ക ഒഴിയാതെയുള്ള ഒരു സാഹചര്യമാണ് തീരദേശത്തെ ഓരോ വീടുകൾക്കും ഉള്ളത് എന്നുള്ളതാണ്. ഇവരൊക്കെ സമീപത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഒപ്പം തന്നെ ആളുകളുടെ വീടുകളിലും ഒക്കെ തന്നെയാണ് ഇന്നലെ രാത്രി അന്ത്യം ഉറങ്ങിയത്. തിരികെ അവരുടെ വീട് ഇവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്ന സാഹചര്യമാണ്. സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു ശാശ്വത പരിഹാരം നമ്മൾക്ക് ഇതിലുണ്ടായേ പറ്റുകയുള്ളൂ. കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതികൾ, പണം അല്ലെങ്കിൽ അതിന്റെ സഹായം, അതിന്റെ കാശ് അതെങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളൊരു ഉത്തരം സംസ്ഥാന സർക്കാർ നൽകേണ്ടതാണ്. ഒപ്പം തന്നെ ജനപ്രതിനിധികൾക്കും അതിലൊരു തീവ്രമായ ഉത്തരവാദിത്വമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല ഇങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളികളും, ഒരുപക്ഷെ മുഖ്യമന്ത്രി പലതവണ സുനാമിയും ഓഖിയും ഒക്കെ വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, കേരളത്തിന്റെ സ്വന്തം സൈന്യമാണ് മത്സ്യത്തൊഴിലാളികൾ. ആ സ്വന്തം സൈന്യമാണ് ഇന്ന് ഉറങ്ങാൻ സ്ഥലമില്ലാതെ, ഉടുക്കാൻ തുണിയില്ലാതെ തേരാപാര ഇങ്ങനെ കടൽ തീരങ്ങളിൽ തോറും ഒപ്പം തന്നെ സമീപത്തെ വീടുകളിൽ സഹായം അഭ്യർത്ഥിച്ചു ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്നത് എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഇത് പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വോട്ട് ബാങ്ക് മാത്രം നോക്കുന്ന സർക്കാർ പരിഗണിക്കുമോ ഇവരുടെ ആശങ്കകൾ, ഒപ്പം തന്നെ പരിഹരിക്കുമോ ഇവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം സുരേഷ്.